ഷിയാഷി കപൂർ അതിക്രൂരമായിട്ടുള്ള ഒരു പീഡനമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി ഇതിൻ്റെ വിശദാംശങ്ങൾ പോലും വരുന്നു. വിമൻസ് കളക്റ്റീവ് അതിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഈ നിലയിലുള്ള വിശദാംശങ്ങൾ കൊടുക്കുക, അത് വായനക്കാരെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ അവതരിപ്പിക്കുക എന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിയമത്തിൻ്റെ വഴിക്ക് എന്ന നിലയിലുള്ള ഒരു ആശ്വാസമെങ്കിലും നിങ്ങളെപ്പോലുള്ള സിനിമാ പ്രവർത്തകർക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന്റെ വേഗവും ക്ലാരിറ്റിയും വളരെയധികം ആശ്വാസം പകരുന്ന ഒന്നാണ്. എനിക്ക് നേരത്തെ നികേഷ് പറഞ്ഞ പോലെ തന്നെ ഈ നടന്ന സംഗതിയുടെ എന്താ പറയുക ഇന്റൻസിറ്റി ഈവൻ അമ്മയിലുള്ള ആളുകളോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരോ തിരിച്ചറിയാതെ പോകുന്നതിനെ പറ്റിയിട്ടാണ്. നമുക്ക് ഡൽഹിയിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്, നിർഭയ കേസ്. സിമിലർ ആയിട്ടുള്ള ട്രോമയിലൂടെയാണ് നമ്മുടെ സഹപ്രവർത്തകയായിട്ടുള്ള ഒരു പെൺകുട്ടി കടന്നു പോയിട്ടുള്ളത്. ഇതിനെയൊക്കെ പരിഹസിക്കുന്ന രീതിയിലുള്ള സംഗതികളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത്രയും തന്നെ ഗൗരവമുള്ള ഒരു ക്രൈമാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ സ്വഭാവം നോക്കൂ, ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈം എന്നുള്ള നിലയിലേക്കാണ് പോലീസിന്റെ അന്വേഷണങ്ങൾ ചെന്നെത്തുന്നത്. ഇത് എനിക്ക് തോന്നുന്നില്ല, ഇത് നമ്മുടെ ഈ സിനിമ ഹിസ്റ്ററിയിലോ ഒക്കെ ഇത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് എനിക്കറിയില്ല, അത് സിനിമ എന്ന വലിയ ഒരു കലാരൂപം തരുന്ന പോപ്പുലാരിറ്റിയും സമ്പത്തും പ്രശസ്തിയും ആനുകൂല്യങ്ങളും ഒക്കെ ആളുകൾ ഉപയോഗിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്കാണെന്നുള്ള അറിവ് വളരെ ഷോക്കിംഗ് ആണ്. ഒരുപക്ഷെ നിർഭയ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ കിട്ടിയപ്പോൾ അതിനെ ആ നിലയിൽ കൈകാര്യം ചെയ്യണം എന്ന് വിചാരിക്കുന്ന 4-5 അധമന്മാരുടെ സംഘം, അത് അതിക്രൂരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. 5 പേർക്കും വധശിക്ഷയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി വരെ വിധിച്ചത്. പക്ഷേ ഇത് നോക്കൂ, സഹപ്രവർത്തകർ, അത് ഡ്രൈവറായാലും ഇനിയിപ്പോൾ പിടിക്കപ്പെടാനുള്ള മറ്റുള്ളവരായാലും ആരോ ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ ഉണ്ട് എന്ന് പോലീസ് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് വിചാരിക്കുന്നു ആരോ ആയിക്കൊള്ളട്ടെ, അതൊരു പക്ഷേ നിർഭയേക്കാൾ വലിയ ക്രൂരതയോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു മനസാക്ഷിക്കും അംഗീകരിക്കാൻ കഴിയാത്ത ക്രൂരതയോ ആയിരിക്കും. അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ അതുകൊണ്ടാണ് ഈ വേർഡ് പ്രത്യേകം എടുത്ത് ഉപയോഗിച്ചത്. ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്രൈമാണ്. ഇതൊരു ഇമോഷണൽ സെന്റിമെന്റ്സിന്റെ പുറത്തോ ഒന്നും സംഭവിച്ചിട്ടുള്ള കാര്യമല്ല. ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്രൈമാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് വളരെയധികം ഗൗരവത്തോടെ കേരള സമൂഹം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അത് ആരാണെങ്കിലും ഇത് പോലീസിന്റെ അന്വേഷണം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് അവസാനിക്കുന്നത് വരെ അവരൊരു തീരുമാനത്തിലെത്തുന്നവരെ നമുക്ക് കാത്തിരിക്കാം. പക്ഷേ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആളുകൾ ആരാണെങ്കിലും അത് കേരള സമൂഹവും നമ്മുടെ സർക്കാരും നമ്മുടെ പോലീസും വളരെ ഗൗരവത്തിൽ ഇതിന്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പുറത്തു കൊണ്ടുവരികയും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച കുറ്റവാളികൾക്ക് കൊടുക്കണം. അത് കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. ഇങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്രൈം നടക്കാൻ പാകത്തിൽ ഇവിടുത്തെ പണം അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശസ്തി ഇതെല്ലാം ആ നിലയിലേക്ക് മലയാള സിനിമ ഇൻഡസ്ട്രിയെ മാറ്റിയിട്ടുണ്ടോ? അത്ര ക്രൂരമായ ഒരു സംവിധാനമാക്കി ഇതിനെ രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ടോ മലയാള സിനിമ? ഇത് വളരെ ഷോക്കിംഗ് ആണ് നികേഷ്. ഇത് ഈ ഒരു അവസ്ഥയിലോട്ടൊക്കെ കാര്യങ്ങൾ പോകുന്നു. ഇത്രയും പ്രശസ്തയായ ഒരു പെൺകുട്ടിക്ക് ഇത് സംഭവിക്കുന്നു. ഇത്രയും വലിയ ഒരു വലിയ നെറ്റ്വർക്ക് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ വളരെയധികം ഷോക്കിംഗ് ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് തോന്നുന്നു കുറെ കാലങ്ങളായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തുടർന്നു വരുന്ന, ഇപ്പൊ ഞങ്ങളെല്ലാവരും, ഞാൻ 2002 അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ എത്തുന്നത്. അന്നത്തെ സിനിമയല്ല ഇന്നത്തെ സിനിമ ഇൻഡസ്ട്രിയിലെ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇത്തരത്തിലുള്ള ചില ഫൗൾ പ്ലേസ് കുറെ കാലങ്ങളായിട്ട് സിനിമയിലുണ്ട്. അതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു തരത്തിലുള്ള ഒരു ജനാധിപത്യവും ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളും എന്താ പറയുക, ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയുടെ പശ്ചാത്തലമുള്ള ആൾക്കാരുടെ സാന്നിധ്യം സിനിമയിൽ വന്നതിന് ശേഷം ഇത് ഒരുപാട് തരത്തിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പതുക്കെ പുറത്തു വന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഷിയാഷി കപൂർ, താങ്കളുടെ സംവിധായകരുടെ സംഘടനയായാലും നടീനടന്മാരുടെ സംഘടനയായാലും സ്വീകരിച്ച നിലപാട്, അതേക്കുറിച്ച് എങ്ങനെയാണ് അതിനെക്കുറിച്ച് താങ്കളുടെ പ്രതികരണം?
ഞാൻ പറഞ്ഞില്ലേ നികേഷ്, ഇതിനെ ഒരു ഒറ്റ രീതിയിൽ കണ്ടാൽ മതി. ഒരു തരത്തിലുള്ള ജനാധിപത്യ സംവിധാനങ്ങളും ഇല്ലാത്ത സംഘടനകളാണിത്. ഒരാളെയും ഒരു ബഹുസ്വരതയില്ല, ആർക്കും വേറെ അഭിപ്രായങ്ങൾ പറയാനുള്ള സംഗതികളില്ല. ഇതൊരു മൊണോപ്പൊളി, അല്ലെങ്കിൽ ഒരൊറ്റ സംഘടനയുടെ മതി, അത് ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നുള്ള അഹങ്കാരമാണ് ശരിക്കും ഈ കഴിഞ്ഞ മീറ്റിംഗിൽ കണ്ടത്. ജനപ്രതിനിധികളടക്കം പൊതുജനത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സംഗതികളിലോട്ട് പോയത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ജനാധിപത്യ കേരളം ഇത് അനുവദിക്കുമെന്നുള്ളത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധം ആ കാര്യത്തിലുണ്ട്. നന്ദി ആഷിഖ് അബു.